ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദിസ് ന്യൂ വീഡിയോ. നമ്മളുടെ സ്റ്റാൻഡേർഡ് അഥവാ നിലവാരം അത് ഉയർത്തേണ്ട ആവശ്യകത നമ്മളുടേത് തന്നെയാണ്. നമ്മുടെ നിലവാരം നമുക്ക് എങ്ങനെ ഉയർത്താം? നമുക്ക് നല്ലൊരു സ്വഭാവ ഗുണം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? ഒരു വ്യക്തിനെ കാണുമ്പോൾ ആ വ്യക്തി ഏത് നിലവാരത്തിലുള്ള ആളാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ആ വ്യക്തിയുടെ സ്വഭാവം, ആ വ്യക്തിയുടെ പെരുമാറ്റം, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ വ്യക്തികളും വിലയിരുത്താറ്, അല്ലേ? സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ പണമാണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ പണമുള്ളവർക്ക് മാത്രം ഉണ്ടാവുന്ന ഒന്നല്ല. അങ്ങനെയുള്ളവർ മനസ്സിലാക്കുക, സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ പണമല്ല, അത് നാം നമുക്ക് കൊടുക്കുന്ന ഒരു വിലയാണ്. ഈ സ്റ്റാൻഡേർഡ്, നിലവാരം എന്നൊക്കെ പറയുന്നത്, നാം നമുക്ക് ആദ്യം വില കൊടുത്തിട്ടില്ലെങ്കിൽ മറ്റുള്ളവരും നമുക്ക് വില തരുന്നതല്ല. ആദ്യം നാം നമ്മളുടെ ഉള്ളിലാണ് ഈ നിലവാരം തുടങ്ങേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തേക്ക് അത് എത്തിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ ക്ലിയർ ആണെങ്കിൽ നമ്മളുടെ നിലവാരം തനിയെ വന്നോളൂ. നമ്മൾക്കൊരു നിലവാരം കൊടുക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും നമ്മളെ ബാധിക്കില്ല. നമ്മളൊക്കെ സാധാരണ നമ്മുടെ ലൈഫിലൊക്കെ തോറ്റു പോകുന്നത്, പരാജയപ്പെട്ടു പോകുന്നത് മറ്റുള്ളവർ നമുക്ക് വേണ്ട വില തരാത്തത് കൊണ്ടും അവർ നമ്മളെ ഒരു റെസ്പെക്റ്റ് ചെയ്യാത്തത് കൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് അങ്ങനെ ഒരു മൂഡിൽ എത്തിപ്പോകുമ്പോഴാണ് നമ്മൾക്ക് ഈ ഒരു അനുഭവം ഉണ്ടാവുന്നത്. എന്നാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കാം, നിങ്ങളെ ആരെന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനും മറ്റുള്ളവരുടെ വാക്ക് കേൾക്കണം. നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അതിൻ്റെ പിന്നാലെ പോകുന്നത് നിങ്ങൾക്കൊരു നിലവാരം നിങ്ങൾ കൊടുക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ നിലവാരം കൊടുക്കുന്നുണ്ട്, നിങ്ങൾ വളരെ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒന്നും തന്നെ ബാധിക്കുന്നതല്ല. സ്വയം വില കുറച്ച് കാണുമ്പോഴാണ് നമുക്ക് പുറമേ നിന്നും മറ്റുള്ളവരുടെ നിന്നും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവുന്നത്. നമ്മൾ സ്ട്രോങ് ആയിട്ടും ബോൾഡായിട്ടും നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലും നാട്ടിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലും ബന്ധുക്കാരുടെ ഇടയിലും അതുപോലെ മറ്റ് എല്ലാ കുടുംബാംഗങ്ങളുടെ ഇടയിലും മറ്റുള്ള പബ്ലിക്കിലും എല്ലാവിടെയും നമുക്ക് വളരെയധികം റെസ്പെക്റ്റ് കിട്ടും. ആദ്യം നമ്മൾ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യണം. നമ്മളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നമുക്ക് വരുത്തേണ്ടത് എന്ന് നമ്മൾ നിരീക്ഷിക്കുക. അതിനനുസരിച്ച് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കുക. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളിലേക്ക് ഏത് നിലവാരമാണോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ നിലവാരം നമ്മൾ മറ്റുള്ളവർക്കും കൊടുക്കണം. മറ്റുള്ളവരോട് നല്ല മര്യാദയോടെയും അതുപോലെ നല്ല സ്നേഹത്തോടെയും നല്ല പെരുമാറ്റം അത് നമ്മൾ ചെയ്യണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവരും നമ്മളെ സ്നേഹിക്കുകയുള്ളൂ. നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് ക്ഷമ ചോദിക്കാനുള്ളൊരു മനസ്സ് കാണിക്കണം. നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ മാത്രം നമ്മൾ സോറി പറയാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ കുറിച്ച് പരാതി പറയുക, പരദൂഷണം പറയുക, നെഗറ്റീവ് പറയുക, ഇവയെല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കണം. നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ ഇങ്ങനെ പറഞ്ഞാൽ നമുക്കത് എത്രമാത്രം ഹർട്ട് ചെയ്യുമോ അതുപോലെ തന്നെയാണ് അവർക്കും. അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കുക. നമ്മളുടെ കൂട്ടുകെട്ടും നമുക്ക് ചുറ്റുമുള്ളവരും നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ അതിൽ നിന്നും ഒഴിവാകാൻ ശ്രമിക്കണം. നമ്മളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയാലും നമ്മൾ ആ ഒരു കൂട്ടുകെട്ടിൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ പതിയെ നമ്മൾ അതിലേക്ക് തന്നെ പോകും. അതുകൊണ്ട് നമ്മൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത് നമുക്ക് അങ്ങനത്തെ ബന്ധങ്ങൾ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. അത് നമ്മളിലേക്ക് നല്ല സ്വഭാവം നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. നല്ല സ്വഭാവമുള്ള ആളുകളെ മാത്രമാണ് മറ്റുള്ളവർ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയും എല്ലാം ചെയ്യുക. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, മറ്റുള്ളവരുടെ ലൈഫിലേക്ക് നമ്മൾ ഇടിച്ചു കയറി ചെല്ലാതിരിക്കുക. അവർക്ക് നമ്മളോട് എന്തെങ്കിലും പറയാനോ മറ്റു കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ ഉണ്ടെങ്കിൽ, നല്ല കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്കത് കേൾക്കാം. അല്ലാതെ നമ്മളായിട്ട് അവരുടെ ലൈഫിലേക്ക് ഒരിക്കലും ഇടിച്ചു കയറി ചെല്ലരുത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ നമ്മളെ ഒരിക്കലും താഴ്ത്തി സംസാരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ആരെങ്കിലും എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ, എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ തന്നെ തളർത്തുന്ന ഒരു രീതിയാണ്. അത് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്നൊരു തെറ്റാണ്. നമ്മളുടെ കോൺഫിഡൻസ് അവിടെ ലോ ആവുക, നമ്മളുടെ നിലവാരത്തെ തന്നെ അത് കാര്യമായ രീതിയിൽ ബാധിക്കുന്നു. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പരാതി പറച്ചിൽ. നമ്മൾ എന്തിനും ഏതിനും ഈ പരാതി പറച്ചിൽ അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിലൂടെ നമ്മളിലെ പല പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. നമുക്ക് നമ്മുടെ ജീവിതത്തിനോട് തന്നെ ഒരു ഉത്തരവാദിത്തം വേണം.
ആ ഉത്തരവാദിത്തം ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും നമുക്ക് നേരിടാനുള്ളൊരു തൻ്റെയിടം ഉണ്ടാവും. സോ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മൾ തന്നെ വേണം മാറ്റിയെടുക്കാൻ. നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസം നമ്മൾക്കുള്ളിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഈ ജീവിതം എന്നൊക്കെ പറയുന്നത് നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്, അല്ലാതെ നിരകിച്ചിട്ടും വിഷമിച്ചിട്ടും നമുക്ക് തീർത്ത് കളയാനുള്ളതല്ല. നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന എന്തൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, എന്തൊരു പ്രോബ്ലംസ് ആയിക്കോട്ടെ, അതിന് പരിഹാരം നമ്മളിൽ തന്നെ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക എന്നതാണ് നമ്മളുടെ കർത്തവ്യം. ഏതൊരു പ്രശ്നത്തിനും അതിൻ്റെ സൊല്യൂഷൻ നമ്മളിൽ തന്നെയുണ്ട്. നമ്മളത് മനസ്സിരുത്തി ഒന്ന് നിരീക്ഷിച്ചാൽ മാത്രം മതി.